ഈ മധുരപലഹാരമാണ് പാലൻ ടോഡ്. പാലൻ എന്നാൽ കട്ടിലെന്നും ടോഡ് എന്നാൽ ഒടിയുക എന്നുമാണ്. അതുകൊണ്ട് ഈ സ്വീറ്റ്സ് കഴിച്ചു കിടന്നാൽ കട്ടിലൊടിക്കാം എന്നാണ് പറയുന്നത്. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുന്നേ വാരാണസിക്കടുത്ത് നടന്ന ഒരു വിവാഹത്തിൽ കല്യാണപ്പെണ്ണിനും ചെക്കനും സമ്മാനമായി കിട്ടിയ ഒരു മധുര പലഹാരമായിരുന്നു ഇത് ആദ്യമായി ഉണ്ടാക്കിയതും ഇവർക്ക് സമ്മാനമായി നൽകുന്നതിനു വേണ്ടിയായിരുന്നു. ഇത് കഴിച്ച് അവർ ആദ്യ രാത്രി കട്ടിലൊടിച്ചു എന്നാണ് സംസാരം. ഇതാണ് ഇതിൻ്റെ കഥ. ഇനി നമുക്ക് ആ കടയിലേക്ക് നേരിട്ട് പോകാം. ഈ കാണുന്നതാണ് ബനാറസ് അല്ലെങ്കിൽ വാരാണസി, കാശി എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം. ഇതിലൂടെ ഈ വാരാണസിയിലുള്ള ധാരാളം ഘാട്ടുകളുണ്ട്. ആ ഘാട്ടിലെല്ലാം ഒന്ന് ഗംഗാ നദി ഒഴുകി പോകുന്നു. അതെല്ലാം കണ്ട് അവിടെ നിന്ന് തിരിച്ചു കയറുകയാണ് നമുക്ക് കട്ടിലൊടിക്കുന്ന പാലൻ ടോഡ് ആ വിൽക്കുന്ന കടയിലേക്കാണ് പോകുന്നത്. ഈ സ്വീറ്റ്സ് വാരാണസിയിൽ കൂടുതലായി കടകളിൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഈ കാണുന്ന ഫയൽവാൻ്റെ കടയിലാണ് ഇത് കിട്ടുന്നത്. ഇദ്ദേഹമാണ് മുൻ ഫയൽവാനാണ് ഇദ്ദേഹം. ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടാൻ ബെച്ച ഫയൽവാൻ എന്ന ഇങ്ങോരുടെ മിഠായി കടയിൽ തന്നെ വരണം. ഇനി ഇതിൻ്റെ സ്വാദ് വേറൊരു ലെവലാണ്. ഇത് പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറും. നല്ല കൊഴുത്ത ഈ കാണുന്ന പാൽപ്പാടകൾ അടുക്കി വെച്ച് അതിലേക്ക് കേസർ മിൽക്ക് ഒഴിച്ച് കുറുക്കി എടുക്കുന്ന മധുരപലഹാരമാണ് പാലൻ ടോഡ്. ഇതിൻ്റെ ടേസ്റ്റ് പേടയോ അല്ലെങ്കിൽ മറ്റു വടക്കേന്ത്യൻ വിഭവങ്ങൾ, പാലിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അതിനെ കടത്തിവെട്ടുന്ന ഒരു ടേസ്റ്റാണ്. ഇവിടുത്തെ മുൻ ഫയൽവാൻ കൂടിയായ ബച്ചാജി ഫയൽവാൻ്റെ കടയിൽ തന്നെ വരണം ഇത് കിട്ടുന്നതിന് വേണ്ടി. ഇദ്ദേഹത്തിൻ്റെ കടയിൽ പലതരം സ്വീറ്റ്സുകൾ വേറെയുമുണ്ട്. അതെല്ലാം തന്നെ വളരെയധികം സ്വാദിഷ്ടവുമാണ്. ബച്ചാജിയുടെ കടയുടെ പേര് കാമധേനു സ്വീറ്റ്സ് എന്നാണ്. ഇത് ഒരു രാംഭണ്ഡാർ എന്ന പ്രശസ്തമായ കച്ചൂരിക്കടയുടെ നേരെ സൈഡിലൂടെ ഉള്ള ഇടവഴിയിലൂടെ, നേരത്തെ കണ്ട പോലെ ആ ഇടവഴിയിലൂടെ പോയി വേണം ഇതിലേക്ക് എത്താൻ. ഇത് കഴിച്ചാൽ കട്ടിലൊടിയുമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം നമ്മൾ കഴിച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്നാലും അദ്ദേഹത്തിൻ്റെ ചിരിയും അത് വിളമ്പി തരുന്ന ആ സ്റ്റൈലും ഒരു പ്രത്യേകത തന്നെയാണ്.